നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ട്രീ ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീ വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ക്രിസ്മസ് ട്രീ വരയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഒപ്പിരുന്ന് വരയ്ക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലാൻഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബുക്കിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് നോക്കി, കറക്റ്റ് മിഡിലായിട്ട് ഇതേപോലൊരു സ്ലാൻഡിങ് ലൈൻ താഴോട്ട് വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട് വരയ്ക്കണേ. ഇത് നമ്മുടെ ഗൈഡ് ലൈൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഇത് റബ്ബ് ചെയ്ത് കളയും. സോ നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം ഈ ഗൈഡ് ലൈൻസ് എല്ലാം വരയ്ക്കാനായിട്ട്. സോ സ്ലാൻഡിങ് ലൈൻ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒന്ന് ടിക്കായിട്ട് വരച്ചിട്ടുള്ളത്, ഇത്രയും ഡാർക്കായിട്ട് വരച്ചിട്ടുള്ളത്. സോ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വേണം വരച്ചെടുക്കാനായിട്ട് കേട്ടോ. ആദ്യം ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ വരച്ചു. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഇതേപോലെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു താഴ്ഭാഗത്തായിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. നോക്കി, ഇതേപോലെ ഒരു ക്രോസ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു താഴത്തെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും അതായത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് കറക്റ്റ് ഈക്വൽ ആവാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഓൾമോസ്റ്റ് സെയിം ആവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിന് നേരെ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പാക്കി കൊടുക്കാം. ഈ ഒരു എൻഡിൽ നിന്ന് നേരെ ഈ ഒരു ലൈനിൻ്റെ ടോപ്പിലോട്ട് വരച്ചാൽ മതി. കണ്ടോ, ഇതേപോലെ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് വളരെ ഈസി ആയിട്ട് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഷേപ്പ് ഒന്നും മാറിപ്പോവാതെ വളരെ ഈസി ആയിട്ടൊരു ട്രയാങ്കിളുടെ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് സൈഡിലും ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് വിടാം കണ്ടോ, എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. കുറേ സ്ലീപ്പ് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ. ഇതേപോലെ ക്രോസ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് വരച്ചു കൊണ്ടുവരാം. നമുക്ക് താഴെ വരെ വരയ്ക്കണം കേട്ടോ. ഇതെല്ലാം ഗൈഡ് ലൈൻസ് ആണ്. കണ്ടോ, ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കോർണറിൽ നിന്ന് നേരെ ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ മുകളിൽ ഇവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നേരെ ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുക. ഇനി അടുത്ത ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിലോട്ട് വരയ്ക്കുന്നത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ക്രിസ്മസ് ട്രീ വരയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതേപോലത്തെ എല്ലാ ഷേപ്പും നമ്മൾ ആക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറേ ഡിസൈൻസ് വരയ്ക്കണം. അതായത് നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഉണ്ടാകുന്ന കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ഞാൻ ഇതേപോലത്തെ കുറച്ച് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കാം. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇനി ഇവിടെ താഴ്ഭാഗത്തും കൂടി ഒരു ഷേപ്പ് വരയ്ക്കാം. ഇങ്ങനത്തെ കുറേ ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ഇതിന് നമുക്കൊരു ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. പിന്നെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ഗൈഡ് ലൈൻസ് കറക്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻസ് വരയ്ക്കുന്നു. ഈ സൈഡ് ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പാക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ സൈഡിലുള്ള കർവെല്ലാം ഇങ്ങോട്ടും, സെൻട്രലിലോട്ട് വരുമ്പോൾ അത് മെല്ലെ താഴോട്ട് കൊണ്ടുവരുന്നു. സെൻട്രലിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് നേരെ ഈ ഒരു സൈഡിലോട്ട് വരുന്നു. ഓക്കെ, നമ്മൾ സെൻട്രലിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നു ഉണ്ടോ. ഈ സെൻട്രൽ ലൈൻ എത്തുന്ന സമയത്ത് അത് നേരെ സ്ട്രൈറ്റ് ആക്കി കൊണ്ടുവരുന്നു. ഈ സെൻട്രലിലെ ലൈൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരയ്ക്കുന്ന സമയത്ത് അത് നേരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു കണ്ടോ. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് മേലെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാണ്. ഈ ഒരു ഓർണമെൻറ്റ്സ് നമ്മളിവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം കണ്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും.
ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, സെൻറ്റർ എത്തിയപ്പോൾ ഞാൻ നേരെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിൽക്കുന്ന ഒരു ഓർണമെൻറ്റ്സിൻ്റെ ഷേപ്പ് നമുക്ക് നേരെ നീറ്റായിട്ട് വരച്ചു കൊടുക്കാം ആദ്യം. കണ്ടോ, ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഷേപ്പും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാം ഒരേ അളവിൽ തന്നെ വേണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ഷേപ്പ് മാറി കിട്ടും, കുറച്ചും കൂടി റിയലിസ്റ്റിക് ഷേപ്പായിട്ട് വരും. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെ ഹൈറ്റ് കൂട്ടി വരയ്ക്കാം, ചില കർവുകൾ ഇങ്ങനെ ചെറുതാക്കി വരയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഓർണമെൻറ്റ്സിൻ്റെ ഷേപ്പ് നമുക്ക് അതിങ്ങനെ വരയ്ക്കാം. അതിൻ്റെ മേലെക്കൂടെ വരയ്ക്കരുത്, അതിൻ്റെ താഴത്തൂടെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ഈ ഓർണമെൻറ്റ്സ് ചെടിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഫീൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. കണ്ടോ, ഇതേപോലെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തെ സ്റ്റെപ്പും കൂടി നമുക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്ത് ആ ഒരു മരത്തിൻ്റെ പോർഷൻ വരയ്ക്കാം കേട്ടോ. ഒരു സ്റ്റിക്കിൻ്റെ പോർഷൻ നേരെ സെൻട്രലായിട്ട് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴത്ത് കുറച്ച് ഇതേപോലെ ചെടികളൊക്കെ നിൽക്കുന്നത് പോലെ വരയ്ക്കാം കേട്ടോ. ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങനത്തെ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ സ്റ്റമ്പിൽ കുറച്ച് ലൈൻസ് ഇട്ടിട്ട് വുഡിൻ്റെ ടെക്സ്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കുറച്ച് വെറുതെ ലൈൻസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇത്രയും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ട്രീൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഒരു റബ്ബർ യൂസ് ചെയ്തിട്ട് ആദ്യം വരച്ച ഒരു പെൻസിലിൻ്റെ ലൈൻസ് എല്ലാം നമുക്ക് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെൻസിലും കൂടെ വളരെ ലൈറ്റായിട്ട് വരച്ചത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാം റബ്ബ് ചെയ്യാനായിട്ട് പറ്റി. പെൻസിലിൻ്റെ മാർക്കൊന്നും ഇല്ലാതെ, പേപ്പർ ഡാമേജ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റബ്ബ് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു സ്റ്റാർ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കുറേ ഡോട്ട്സ് ഇട്ടിട്ട് കുറച്ച് ഡെക്കറേഷൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡെക്കറേഷൻ വരച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പെന്നുകൊണ്ട് തന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം അധികം നീളത്തിലുള്ള ലൈൻസ് ഒന്നും വരാതെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു ഭാഗം ഞാൻ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ഷമയോടെ മെല്ലെ ഇരുന്ന് പുറത്തോട്ടൊന്നും പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ ഓർണമെൻറ്റ്സ് ഫുള്ളായി ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൾസ് എല്ലാം ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ബോൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം നമുക്ക്. ഉണ്ടോ, അപ്പോൾ അങ്ങനെ ബോൾസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാനായിട്ട്. ബോൾസ് വരയ്ക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്യരുത്, മേലെ ചെറിയൊരു വൈറ്റ് ഗ്യാപ്പ് ഇടണം കേട്ടോ, അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവിടെയും നമുക്ക് ഇഷ്ടമുള്ള അവിടെയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ബോൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബോൾസും കൂടി വരച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടോ ഭംഗി കൂടി കൂടി വരുന്നുണ്ട്.
നമ്മൾ ഒരുപാട് ബോൾസ് വരച്ച് കുളമാക്കാനായിട്ടും പാടില്ല. വളരെ സിമ്പിളായിട്ട് ഭംഗി തോന്നുന്ന രീതിയിൽ വേണം ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടെ താഴ്ഭാഗത്തും കുറച്ച് ബോൾസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മേലെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ചെറിയ പെൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഷെയ്ഡിങ് പോലെ വളരെ ചെറിയ ലൈൻസ് കിട്ടും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ പാറ്റേൺസ് ഒക്കെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ താഴത്തെ ഇങ്ങനെ ഡെക്കറേഷൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ ലീഫിൻ്റെ, ആ ഷേപ്പിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ലൈൻസ് ഇടുന്നത്. ഇവിടുത്തെ ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് മാത്രം. കണ്ടോ, ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഓർണമെന്റ്സിന്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം. എടുത്ത് കാണാൻ വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാതെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കറുപോലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ഒരു ഷേപ്പ് ഡിഫറൻസ് തോന്നുന്ന സമയത്ത് കാണാൻ കുറച്ചും കൂടി ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ താഴത്തെ ലൈൻ്റെ വേണമെങ്കിൽ നമ്മൾ ഇടയിൽ ചെറിയ പോർഷനിലൊക്കെ ഇങ്ങനെ ഞാൻ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ചെയ്യുന്നില്ല, ചില സൈഡിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ താഴ്ഭാഗത്തൊന്ന് ഡാർക്കൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കളർ പെൻസിലോ ഓയിൽ പേസിലോ പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് വരച്ച ശേഷം ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കളർക്ക് കുറച്ച് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ കളർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വരച്ച് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റാർ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റാറും കൂടി വരച്ചപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.